മടക്കേണ്ടി വന്ന ഒരു ഐതിഹാസിക സമരമായിട്ട് ആ സമരം മാറുകയുണ്ടായി. രാജ്യം എങ്ങനെയും മാറ്റാനാവും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയിട്ടുള്ള ഈ പോരാട്ടം. അതിൻ്റെ പിന്നിൽ താമസിച്ചാണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പം നീങ്ങേണ്ടി വന്ന അവസ്ഥയും വ്യക്തമായ ദിശ നൽകുന്നത് അതാണ്. ഇവിടെ ഏറ്റവും അവസാനമായി സുപ്രീം കോടതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു കുറ്റപത്രം പോലെ രാജ്യത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസിൻ്റെയും അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെയും നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിനാവശ്യമായ ഉന്നത സമിതിയെ നിയോഗിക്കുമെന്ന് സുപ്രീം കോടതി നൽകുന്ന ഈ നിർദ്ദേശം ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ച് വളരെ ആവേശം നൽകുന്ന ഒന്നാണ്, സ്വാഗതം ചെയ്യേണ്ടുന്ന ഒന്നുകൂടിയാണ്. സമരവുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും യുവാക്കളെയും മോചിപ്പിക്കണം എന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിധി, സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ജനാധിപത്യ ശക്തികൾക്ക് കരുത്തേകും എന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് നേരെയുള്ള ഒരു കുറ്റപത്രം കൂടിയായിട്ട് മാറുകയാണ്. ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ പോലും അനുവദിക്കാത്ത പോലീസിൻ്റെ ധാർഷ്ട്യത്തിനെതിരായ ശരിയായ തിരിച്ചടി കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. എന്തെല്ലാം രീതിയിലുള്ള ആയുധങ്ങളാണ് ഈ ചെറുപ്പക്കാർ നടത്തിയിട്ടുള്ള സമരത്തിന് നേരെ പ്രയോഗിച്ചത് എന്ന് ഇപ്പോഴും വിവരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. AK-47 വരെ ഉപയോഗിച്ചു എന്നാണ്. പെല്ലറ്റ് ഗണ്ണും ചില്ലി ബോംബും ഷോക്ക് ബാറ്റണും ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്ര ബീഹാർ ഗവൺമെൻറ്റുകൾ ഈ സമരത്തെ നേരിട്ടത്. ഈ ചില്ലി ബോംബ് എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ പ്രയോഗമാണ്. ഗ്രനേഡിൽ വെച്ച് ചെറുപ്പക്കാർക്ക് നേരെ ഇത് പ്രയോഗിക്കുകയാണ് ചെയ്തത്. ഏറ്റവും വീര്യമുള്ള മുളക് ആണ് ചില്ലി ബോംബിൽ ഉപയോഗിക്കുന്നത്. അത്യാസന്ന നിലയിൽ കഴിയുന്ന കുട്ടികളെപ്പോലും കാണാൻ CPIM-ൻ്റെ MP-മാരെ പോലും അനുവദിക്കാത്ത നിലയാണ് പോലീസുകാർ സ്വീകരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആർക്കും അറിയാത്ത നിലയിലുള്ള ഒരു അവസ്ഥയാണ് ഇവർ സൃഷ്ടിച്ചത്. ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ആത്മാവ് എന്ന് CJP സഹസ്ഥാപക നേതാവ് സുധീർ സാങ്വാനും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ഒറ്റയ്ക്ക് ഒരു അജണ്ടയും CJPക്ക് ഇല്ലായിരുന്നുവെന്നും SFI, AISF തുടങ്ങിയ സംഘടനകളുമായി ആലോചിച്ചാണ് സമരരീതി തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിവാർത്ത പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ മാധ്യമങ്ങൾ, ചാനലുകൾ ഉൾപ്പെടെ ഈ ഇടതുപക്ഷ സാന്നിധ്യത്തെ
പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ടാണ് വാർത്തകളും വിതരണം ചെയ്തത്. മാധ്യമങ്ങളുടെ വലതുപക്ഷ നിലപാടാണ് ഇതൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നത്. പൊതുവെ മലയാള ദൃശ്യമാധ്യമങ്ങൾ സമരം അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നതും കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാട് എന്ത് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. ടി.ജി. മോഹൻദാസിൻ്റെ RSS നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമത്തിനും കൂട്ടക്കൊലക്കുള്ള ആഹ്വാനത്തിനുമെതിരായി ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ജന്തർ മന്ദിറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് RSSൻ്റെ വക്താവ് അവരുടെ ഇൻ്റലക്ച്വൽ സെറ്റിലെ സെല്ലിൻ്റെ, അതിൻ്റെ ഒരു സെല്ലുണ്ട് അവർക്ക്, ഇൻ്റലക്ച്വൽ സെല്ല്, അതിൻ്റെ കൺവീനറായ ടി.ജി. മോഹൻദാസ് പരസ്യമായി പറയുന്ന കാര്യമാണ് നമ്മളെല്ലാം കേട്ടത്. അക്രമത്തിനും കൂട്ടക്കൊലക്കുമുള്ള ആഹ്വാനം ജനാധിപത്യ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. ജനാധിപത്യപരമായി സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത വി.ഡി. സതീശൻ സർക്കാർ ടി.ജി. മോഹൻദാസിനെതിരെ കലാപാഹാരം നടത്തിയിട്ടുള്ളവർക്കെതിരെ ഇപ്പോഴും കേസെടുക്കാൻ മടിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. പ്രതിഷേധിക്കുന്നവർക്ക് അവരെ നേരിടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ജന്തർ മന്ദിറിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്ത് കൊല്ലപ്പെട്ടവരെയും പരിക്കുപറ്റിയവരെയും പെറുക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. കുറേ പേർ മരിക്കും, അതുപോലെ തന്നെ പലർക്കും പരിക്ക് പറ്റും. ആ ശവങ്ങളും അതുപോലെ പരിക്ക് പറ്റിയവരെയെല്ലാം ആശുപത്രിയിലേക്ക് ആക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ സമാധാനപരമായി ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലുമെന്ന അതിനു വേണ്ടിയുള്ളൊരു ആഹ്വാനം, അത് രാഷ്ട്രീയമായ ഒരു ഇടപെടൽ എന്ന രീതിയിലല്ല, ഗൗരവമുള്ള, ഞെട്ടിപ്പിക്കുന്ന, അസാധാരണമായ ഒരു അഭിപ്രായ പ്രകടനം എന്ന രീതിയിലാണ് കാണുന്നത്. സ്ത്രീകളോട് വളരെ വ്യക്തതയോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പറഞ്ഞു വെക്കുന്നത് ബലാത്സംഗം ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നവരിൽ നിന്നും, അതേപോലെ തന്നെ നമുക്കറിയാം ഗുജറാത്ത് കലാപം, അദ്ദേഹം അതും കൂടി വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള കലാപം, ഗുജറാത്തിൽ ഗർഭിണികളായ സ്ത്രീകളെ തൃശൂലത്തിൽ വയറ് കുത്തിക്കീറി, കുട്ടികളെ ശൂലത്തിൽ തറച്ച്, ഓങ്കാളി ഭദ്രകാളി വിളിച്ച് തീയിൽ ചുട്ടുകരിച്ച ഗുജറാത്ത് സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളെ യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അവരുടെ സമരായുധമായി ഉപയോഗിക്കുന്ന നിലപാടിനെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, എന്ന് പറഞ്ഞാൽ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി അതായിരുന്നു ഇപ്പോഴും ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് മോഹൻദാസിൻ്റെ പരസ്യമായ ആഹ്വാനം. സ്ത്രീകൾക്ക് നേരെയുള്ള പരാമർശം, കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് ഇവർ എന്നാണ് സ്ത്രീകൾ.
ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായി കേരളം ശക്തിയായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ വിവിധ മേഖലയിൽ സ്ത്രീകളും യുവാക്കളും എല്ലാം തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലുടനീളം ഈ RSSൻ്റെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരായി, ഇത് ഫാസിസത്തിൻ്റെ ഒരു നേർപകർപ്പാണ്. ഹിറ്റ്ലറുടെ മനസ്സ് അതാണ് ഈ RSS കൈകാര്യം ചെയ്യുന്നത്. സംഘപരിവാർ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം അതാണ്. അതിനെതിരായി ജനാധിപത്യ വിശ്വാസികളാകെ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനെതിരായുള്ള ക്യാമ്പയിൻ കേരളത്തിലുടനീളം ശക്തിപ്പെടുത്തണം. ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് കുട്ടികൾക്ക് നേരെ കേസെടുത്തിരിക്കുകയാണ്. കണ്ണൂരിലെ വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ VD സതീശന് ഇന്ത്യയിലാകെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അതിൻ്റെ ഭാഗമായ അടിച്ചമർത്തലുകൾക്കൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ ഉള്ള മനസ്സാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. അതുകൊണ്ട് ഈ കലാപ ആഹ്വാനം നൽകിയിട്ടുള്ള RSSൻ്റെ പ്രധാനപ്പെട്ട വക്താവിനെതിരായി ശക്തിയായ കേസ് എടുത്ത് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള ഗുണ്ട കടന്നാക്രമങ്ങളും പോലീസ് മർദ്ദനങ്ങളും ഒരു തുടർക്കഥ പോലെ കേരളത്തിലുടനീളം വരികയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം വളരെ ശക്തമത്തായ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിനെയും ആ പോലീസിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഗുണ്ട വിളയാട്ടങ്ങളെയും ഫലപ്രദമായിട്ട് നേരിട്ട ഒരു 10 കൊല്ലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കാഴ്ചവെച്ചത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പോലീസിൻ്റെ ഗുണ്ടാരാജാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച യുവാവ് വാരിയിൽ തകർന്ന് മരിച്ച വാർത്ത 40 ദിവസത്തിന് ശേഷം പുറത്തു വന്നത്. കുടുംബാംഗങ്ങൾ താണുകീണ് പറഞ്ഞിട്ടും നിരപരാധിയായിട്ടുള്ള സിയാദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. സ്റ്റേഷനിലെത്തിയാൽ അവിടെ CCTV ക്യാമറ ഉണ്ടെന്നും അവിടെ ചെന്നാൽ ഇത് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വഴിക്ക് നിർത്തിയാണ് ക്രൂരമായ മർദ്ദനം, നട്ടിൽ ഒടിക്കത്തക്ക രീതിയിൽ മർദ്ദനം അവർ പോലീസ് നടത്തിയത്. പരാതി നൽകിയ കുടുംബം തന്നെ ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ടും കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന ക്രൂരമായ പ്രവർത്തനമാണ് ഇവിടെ അരങ്ങേറിയത്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള അക്രമങ്ങളും കൊലകളും നടക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ നിലക്ക് നിർത്താൻ കഴിയാതെ പോലീസ് പാവപ്പെട്ടവനെ തല്ലിക്കൊല്ലുന്ന സ്ഥിതിയാണ് വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പപ്പ പോയി എന്ന് സിയാദിൻ്റെ ചെറിയ മകൾ പറയുന്നതായുള്ള ശബ്ദരേഖ ആരെയും പ്രയാസപ്പെടുത്തുന്ന, വികാരപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഡിമാൻഡ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPIM ഒരിക്കലും സാധാരണ നിലയിൽ CBI അന്വേഷണത്തെപ്പറ്റി പറയാറില്ല. CBIയെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ. പക്ഷേ കേരള പോലീസിൻ്റെ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തിയാൽ ഈ ഒരു കാര്യവും പുറത്തു വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലുള്ള മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊതുവേ CBIയെ അന്വേഷിക്കുക എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത്.
സർക്കാരിൻ്റെ ഒരു നിലപാടാണ്, സമീപനമാണ് ഈ ലോക്കപ്പ് മർദ്ദനങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറുന്നതിലേക്ക് നയിക്കുന്നത്. വ്യാപകമായ സ്ഥലമാറ്റത്തിലൂടെ ക്രിമിനൽ റെക്കോർഡുള്ള ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം കണ്ടുപിടിച്ച് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തതയോടുകൂടി കാണാൻ കഴിയുന്ന ഒരു ചിത്രം. ഈ ഉദ്യോഗസ്ഥനെതിരെ ഇത്തരം പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് UDF മന്ത്രിമാർക്ക് പോലും പറയേണ്ടി വന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചാണ് മരിച്ചത് എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. നട്ടെല്ല് പൊട്ടി അണുബാധ ഉണ്ടായതാണ് മരണകാരണമെന്ന് ആശുപത്രി രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് UDF സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണത്തിന് ഒരു നീതിയും ലഭിക്കില്ല എന്നതാണ്. അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBI അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. ആവശ്യമായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകണം. ഇതിൻ്റെ ഭാഗവാക്കായ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം, നടപടികൾ സ്വീകരിക്കണം. ഇതാണ് പോലീസിൻ്റെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വളരെ വിചിത്രമായ ഒരു വാദം നമ്മുടെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇതിനിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം, രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതു ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഓരോ ദിവസവും ഗവൺമെൻറ് ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ് മുതൽ താഴെ തലം വരെയുള്ള ആശുപത്രികളിൽ എത്തിച്ചേരുകയും ചികിത്സ നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വളരെ പ്രധാനപ്പെട്ട ആശുപത്രികളാകെ ലോകത്തെ വലിയ കോർപ്പറേറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കി വലിയ രീതിയിലുള്ള ചികിത്സാ ചെലവാണ് സാധാരണ ജനങ്ങൾക്ക് താങ്ങാനാവാത്ത രീതിയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഈ വ്യത്യസ്തത ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പൊതു ആരോഗ്യ മേഖലയിലുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഉൾപ്പെടെ ഗവൺമെൻറ് ആശുപത്രികളിലുള്ള ഫലപ്രദമായ ചികിത്സ, ആ ചികിത്സ യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മന്ത്രി പറയുകയാണ്, ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരുന്ന മുഴുവൻ ആളുകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന ഒരു പുതിയ തിയറി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. കട്ടിൽ നോക്കി രോഗികളെ തീരുമാനിച്ചാൽ മതി. നമ്മുടെ തിരുവനന്തപുരം ആശുപത്രിയിലെല്ലാം പോയാൽ കാണുന്ന ഒരു ചിത്രമുണ്ട്, ഒരു കാഴ്ചയുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വരുന്നത്. കട്ടിലിൻ്റെ ഒപ്പവും കട്ടിലിൻ്റെ താഴെയും വരാന്തയിലൊക്കെ ആയിട്ട് ചികിത്സ തേടി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് രോഗികളുണ്ട്. ഇപ്പോഴും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, എത്രയാണോ കട്ടിലുള്ളതിന് എത്ര മാത്രമേ രോഗികൾ പോകൂ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴേക്ക് അതൊരു വലിയ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കേരളത്തിലെത്തും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രി. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരിടപെടലാണ്. സാധാരണക്കാരായ ആളുകൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന നല്ല മെച്ചപ്പെട്ട ചികിത്സ ഒഴിവാക്കി അവരെല്ലാം സ്വകാര്യ മേഖലക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ചികിത്സാ സംവിധാനം ഗവൺമെൻറ് ആശുപത്രികളിൽ മെച്ചപ്പെട്ട രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഗവൺമെൻറ് ആശുപത്രി, ജനറൽ ആശുപത്രിയിൽ പോലും നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഉയർച്ച നേടിയ ആരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത്. അതിനെയെല്ലാം തകർത്ത് മരുന്ന് പോലും വേണ്ടത്ര ലഭിക്കാത്ത, അഡ്മിഷൻ പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലേക്ക് UDFൻ്റെ ഗവൺമെൻറ് ഇപ്പോഴും 2 മാസം കഴിയുമ്പോഴേക്ക് ചിത്രം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്.
വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വഖഫ് നിയമം എന്തോ അത് തന്നെയാണ് നിയമം എന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ആധികാരികമായി പ്രഖ്യാപിച്ചതോടെ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്തത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പകൽ വെളിച്ചം പോലെ എല്ലാവരും കാണുകയാണ്. അപ്പോൾ എന്താണോ വഖഫ് നിയമം അതാണ് നിയമം എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് മുസ്ലിം ഈ വഖഫ് ബോർഡിൽ ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം ചർച്ച വന്നപ്പോൾ ഈ 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന ധാരണയിൽ കേസായി സുപ്രീം കോടതിയിൽ പോവുകയാണ് കേരളം ഉൾപ്പെടെ ചെയ്തത്. കേരളമുണ്ട്, തമിഴ്നാടുമുണ്ട്. വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഗവൺമെൻറ്റുകൾ അന്ന് അവിടെ സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റാണ്, ഇവിടെ പിണറായി ഗവൺമെൻറ്റാണ്. 2 ഗവൺമെൻറ്റുകളും അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയില്ല. അത് സംബന്ധിച്ച് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി തടസ്സമില്ല, 2 പേരെ ഉൾപ്പെടുത്താമെന്നാണ്. പക്ഷേ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. കേരളം കൊടുത്ത കേസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനല്ല RSSും BJPയും ആഗ്രഹിക്കുന്നത് പോലെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ BJPക്കാരായ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ 2 പേരെ ചേർക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ 1995 നിയമപ്രകാരം അമുസ്ലിമായാൽ അംഗത്വം നഷ്ടപ്പെടുമെന്നതാണ്, അയോഗ്യയാണ് എന്നതാണ് നിയമത്തിലുണ്ടായിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ എടുത്തു കളഞ്ഞത്. 1995 നിയമത്തിലെ ആ ഭാഗം എടുത്തു കളഞ്ഞു. മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തേണ്ടുന്ന 4 പേർ മാത്രമാണ് ആ നിയമത്തിൻ്റെ എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ആകെയുള്ള വഖഫ് ബോർഡ് അംഗങ്ങളിൽ 4 പേര് മുസ്ലിങ്ങളായിരിക്കണം എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 11 അംഗങ്ങളിൽ ഈ 4 ഒഴിച്ച് ബാക്കിയെല്ലാം അമുസ്ലിം വിഭാഗങ്ങളിൽ ആകുന്നതിന് തടസ്സമില്ല. ഈ 4 പേരുടെ കാര്യത്തിൽ തന്നെ മുസ്ലിം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ നിയമിക്കാം എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ 4-ൽ തന്നെ വേണമെങ്കിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കാം. അപ്പോൾ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് വഖഫ് കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായും അമുസ്ലിം വിഭാഗത്തെ ഏൽപ്പിക്കുന്നതിൽ ഇനി വിരോധമില്ല എന്നാണ് ലീഗ് പ്രസിഡന്റിൻ്റെ വ്യാഖ്യാനം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മധ്യപ്രദേശിലെ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ BJP മന്ത്രിയാണ്. BJPയുടെ ഒരു മന്ത്രിക്ക് ആ ചെയർമാൻ ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വഖഫ് ബോർഡിൻ്റെ നിയമത്തിൻ്റെ പരിമിതി. അധികാരത്തിനായി എന്തും ഏത് രീതിയിലുള്ള അവരുടെ പ്രഖ്യാപിത നിലപാടുകളെയും മാറ്റാം എന്ന വഞ്ചനയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ തീരുമാനിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടും കേരളവും മാറ്റിവെച്ചത് അത് തുടർന്നു പോകാൻ സാധിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടും അമുസ്ലിങ്ങളെ നിയമിക്കാം എന്നും നിലവിലുള്ള വഖഫ് ബോർഡിൻ്റെ അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ
എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വഖഫ് ബോർഡ് ഉൾപ്പെടെ എങ്ങനെ കൈവശപ്പെടുത്താം എന്ന RSSൻ്റെ BJPയുടെ നിലപാടിനെ ഒരക്ഷരം പ്രതിഷേധിക്കാൻ മുസ്ലിം ലീഗ് പോലും തയ്യാറില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. വളരെ ഗൗരവമുള്ള ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണ്. നല്ല പ്രതിഷേധം മുസ്ലിം ജനസമുദായത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം എന്തു പറഞ്ഞാലും ഈ അമുസ്ലിങ്ങളുടെ കൈകളിലേക്ക് വഖഫ് ബോർഡിനെ തന്നെ പൂർണ്ണമായിട്ട് എറിഞ്ഞു കൊടുക്കാൻ ഉള്ള RSS BJP നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വിവിധ സംഘടനകൾ, മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള നിരവധി പേരുകളിലുള്ള സംഘടനകളുണ്ട്. അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം വളരെ ഗൗരവപൂർവം ജനങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അവർക്ക് ആ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് 8 രൂപയാണ് അരിയുടെ വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കേരളത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള മാർക്കറ്റിൽ ഇടപെടുന്ന, കമ്പോളത്തിൽ ഇടപെടുന്ന സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകി ഗവൺമെൻറ് തന്നെ വളരെ ഫലപ്രദമായി സപ്ലൈകോ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ ഉപയോഗിച്ച് വില നിലവാരം പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം. അതിൽ സപ്ലൈകോ വഴിയുള്ള വിലക്കുറവിൽ സാധനങ്ങൾ എത്തിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഓണം വളരെ വളരെ പ്രയാസകരമായ ഒന്നായിട്ട് മാറും. അതുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടുന്ന രീതി ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് അതിശക്തിയായിട്ട് കേരളത്തെ ബാധിക്കും. അത് പാവപ്പെട്ട ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക. അത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ഗൗരവമുള്ള പ്രശ്നം എന്ന രീതിയിൽ ഈ വിലക്കയറ്റത്തിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ് തയ്യാറാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വൈദ്യുതി പ്രതിസന്ധി അതേപോലെ തന്നെ തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് സമരം 30-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും 1-3 തീയതികളിലായിട്ട് എല്ലാ പഞ്ചായത്തുകളിലേക്കും നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ സജീവമായിട്ട് ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്.